ഗൈസ്, അപ്പോൾ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള എൻ്റെ ഓഗസ്റ്റ് മന്ത് ബുള്ളറ്റ് ജേണലോടെ കംപ്ലീറ്റ് ആയിക്കണേ. ജൂലൈത്തത് എനിക്ക് ചെറുതായിട്ടൊന്ന് നിർത്തി വെക്കേണ്ടി വന്ന്, ബട്ട് ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കും. ഫസ്റ്റ് പേജിൽ തന്നെ ഞാൻ ഓഗസ്റ്റ് എഴുതി, പിന്നെ കുറച്ചും പാട് ഡെക്കറേറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രൈ ഫ്ലവേഴ്സ് സെലോ ടാപ്പിന്റെ ഉള്ളിലേക്ക് വെച്ച്, പിന്നെ ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാരണം അത് സാധാരണമായിട്ട് കാണുന്ന ടൈമിൽ അത് അവിടെ ഉള്ളത് മാറ്റാണ് തോന്നാം. പിന്നെ വരുന്നത് ഒരു റേറ്റ് മൈ ഡേ പേജ് ആണ്. പിന്നെ ഇപ്രാവശ്യത്തെ ബുള്ളറ്റ് ജേണലിൽ ലേറ്റ് ആവാനുള്ള കാരണം ഞാൻ ഈ തീം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തുക്കണേ. അങ്ങനെ ഫൈനലി ഞാൻ ചൂസ് ചെയ്തത് ഒരു ഫ്ലോറൽ തീമാണ്. അതേമാതിരി ഇപ്രാവശ്യം കൂടുതൽ ലൈറ്റ് കളേഴ്സ് ആണ് ഉപയോഗിച്ചത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഈ മാസത്തെ കലണ്ടർ വരച്ചു കൊടുത്ത്, എന്നിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് അതിൽ ഡേയും ഡേറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത്, പിന്നെ ഇതിൽ എത്ര സ്റ്റാർ ഉണ്ടെന്ന് എഴുതാനുള്ളത് എനിക്ക് വിട്ടുപോയതാണ്. പിന്നെ ഇതിന്റെ അടിയിൽ ഞാൻ നോട്ട്സ് ആൻഡ് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടാക്കിക്കണേ. അതുകൂടാതെ തന്നെ ഞാൻ ഗോൾസ് പറഞ്ഞിട്ട് വേറൊരു ബോക്സ് ഉണ്ടാക്കിക്കണേ. പിന്നെ രണ്ടിൽ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, അത് തുടങ്ങിയ ടൈമിൽ എഴുതാൻ വിചാരിച്ചിട്ടാണ്. അടുത്തത് ഒരു ഹാബിറ്റ് ട്രാക്കർ ആണ്. പിന്നെ ഇപ്രാവശ്യം ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചതാണ് കുറച്ച് ടഫുള്ള കാര്യങ്ങൾ എന്തായാലും എഴുതണമെന്ന്. അതിലൊന്നാണ് ഈ ഡയറി റൈറ്റിങ്ങും അതേമാതിരി 6 ഗ്ലാസ് വെള്ളം കുടിക്കലും. പിന്നെ ഞാൻ ഓരോ ഹാബിറ്റിന്റെ അടിയിലും ഓരോ ബോക്സസ് വരച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 1 to 31 ആയിട്ടുള്ള ഡേറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സൈഡിൽ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഒരു കോട്ടും പാടി എഴുതി കൊടുത്ത്. പിന്നെ വരുന്നത് ഒരു മൂഡ് ട്രാക്കർ ആണ്. പിന്നെ ഈ ഒരു പേജ് ഞാൻ കുറച്ച് വിൻറ്റേജ് ആയിട്ടാണ് ചെയ്തത്. ഈ ഒരു ഐഡിയ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ സാധാരണ എല്ലാം കളർ ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ഓരോ പോട്ട്സിലും ഓരോ ഫ്ലവേഴ്സ് വരച്ചെടുക്കണം. ലൈക്ക് ഞാനിപ്പോൾ 31 പോട്ട്സ് വരച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് അടിയിൽ ഞാൻ ഓരോ മൂഡിനും ഓരോ പ്ലാന്റ് വീതം അലോട്ട് ചെയ്ത്, എന്നിട്ട് നമ്മൾ ഒരു ദിവസം ഏതൊക്കെ മൂഡിലാണോ അതൊക്കെ നമ്മൾ ജസ്റ്റ് ആ പോട്ടിലേക്ക് വരച്ചു കൊടുത്താൽ മതി. ഇതാകുമ്പോൾ ഒരു ദിവസം നമുക്ക് കുറെ മൂഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ പ്ലാന്റ്സ് വരച്ചു കൊടുക്കാമല്ലോ. പിന്നെ വരുന്നത് സ്റ്റഡി ട്രാക്കർ ആണ്. പിന്നെ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ഗെയിം പിക്സലാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഹവേഴ്സിനും സബ്ജക്ട്സിനും വേണ്ടിയിട്ട് വേറെ ഒരു സൈഡ് എടുത്തുക്കണേ. അതാകുമ്പോൾ എല്ലാം പാട് മിക്സ്ഡ് ആയി പോകില്ലല്ലോ. പിന്നെ ടൈമിന്റെ കൂടെ തന്നെ ഞാൻ ഏതാ ഡേറ്റ് എന്നുള്ളതും മാർക്ക് ചെയ്തിക്കണേ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്ത ഷേപ്സ് തന്നെയാണ് ഇപ്രാവശ്യം കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഓരോ ഷേപ്സിനും ഓരോ കളറും കൊടുത്ത് അതിന്റെ അടിയിൽ തന്നെ മറ്റേ കോളത്തിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഹവേഴ്സും മാർക്ക് ചെയ്തിക്കണേ. ഇതിപ്പം ബിലോ 1 ഹവറിനും 1 to 2 ഹവേഴ്സിനും ഞാൻ വേറെ ബോക്സസ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എത്ര നേരം പഠിച്ചു എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഒരു റീഡിംഗ് ട്രാക്കർ ആണ്. ഇതിന്റെ സൈഡിൽ തന്നെ ഞാൻ എത്ര പേജസ് വായിച്ചു എന്നുള്ള കണക്കും അതേമാതിരി എല്ലാ ഡേറ്റ്സും മാർക്ക് ചെയ്ത് കൊടുത്തുക്കണേ. ഇത് ഏകദേശം ഒരു ബാർ ചാർട്ട് ഒക്കെ പോലാണ്. ഞാൻ ഒരു ദിവസം എത്ര പേജസ് ആണോ വായിച്ചത് അത് ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് അത് കളർ ചെയ്യാം. ഇതിപ്പം ഏകദേശം ഒരു 20 പേജസ് ആണെങ്കിൽ 20 പേജസിന്റെ നേരെ വരയ്ക്കുക. അങ്ങനെ അതിന്റെ കൂടെ തന്നെ ഈ മാസം എത്ര ബുക്സ് വായിച്ചെന്നുള്ളതും ടോട്ടൽ എത്ര പേജസ് ആയി എന്നുള്ളതും പിന്നെ അടുത്ത പ്രാവശ്യം ഏതൊക്കെ ബുക്സ് ആണ് വാങ്ങേണ്ടതെന്ന് എഴുതാനുള്ള ഗ്യാപ്പ് ഞാൻ വിട്ടുകണ്. അടുത്തത് വരുന്നത് ഒരു ഹൈലൈറ്റ് ഓഫ് ദി ഡേ ആണ്. ഇപ്രാവശ്യം പിന്നെ ഞാൻ ഓവർ ഡിസൈൻ ചെയ്യാൻ നിന്നിട്ടില്ല. ഞാൻ ഈ സ്കെച്ചസ് കൊണ്ട് ലൈൻ വരച്ചിട്ട് അതിന്റെ മുകളിൽ ഡേറ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത്, പിന്നെ നിങ്ങൾ സ്കെച്ചസ് യൂസ് ചെയ്യുന്ന ടൈമിൽ ലൈറ്റ് കളർ ഉപയോഗിക്കുന്നത് കിട്ടും ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ എഴുതണമെന്നുള്ളത് കാണൂല. അടുത്തത് ഒരു സ്ലീപ്പ് ആൻഡ് ഡ്രീം ട്രാക്കർ ആണ്. ഫസ്റ്റ് ഞാനിത് ആഡ് ചെയ്യേണ്ടെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ ഇപ്രാവശ്യം എന്റെ ഉറക്കൊന്നും റെഡി ആവണില്ല, അപ്പൊ അതൊന്ന് ട്രാക്ക് ചെയ്യാൻ വിചാരിച്ച് ഇതിൽ ഞാൻ എത്ര നേരം ഉറങ്ങി എന്നുള്ളത് ഈ ഒരു സർക്കിളിലും എന്ത് ഡ്രീമാണോ കണ്ടത് ആ ഒരു കളർ ഈ ഫ്ലവറിന്റെ പെറ്റൽസും ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇത് മൊത്തത്തിൽ ചെയ്ത് വരുമ്പം ആ ഫ്ലവർ കാണാൻ നല്ല രസമുണ്ടാവും. പിന്നെ ഇപ്രാവശ്യം സബ്സ്ക്രൈബർ ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് ദിവസം അത് കാണിച്ചു തരാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഒന്നും മറക്കണ്ട.